ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വാഴക്കൂമ്പ് തോരനുമായിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല സൂപ്പർ ടേസ്റ്റ് ഒരു വാഴക്കൂമ്പ് തോരൻ വെക്കുന്നതെന്ന് കണ്ടാലും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ചുണ്ട് തോരൻ വെക്കാം. വാഴച്ചുണ്ട്, നല്ല ഏത്തവാഴയുടെ ചുണ്ടാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യമേ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇത് ഇപ്പോൾ പ്രത്യേകിച്ച് കാണിക്കുമോ, നമ്മുടെ 3-4 പോളം ഇങ്ങനെ നമുക്ക് ഇതിങ്ങനെ പൊളിച്ച് കളഞ്ഞിട്ട് വേണം ഇത് നമുക്ക് അരിഞ്ഞെടുക്കാൻ. ഞാനിത് വെള്ളത്തിലേക്കാണ് കേട്ടോ അരിഞ്ഞിട്ട്. നമ്മൾ എണ്ണയൊക്കെ പുരട്ടി നമ്മൾ അരിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കമർപ്പും ചില ഇതിന് കയ്പും ഒക്കെ കാണും. അതുകൊണ്ട് നമുക്ക് അതൊന്നും വേണ്ട. ഞാനതുകൊണ്ട് വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ അരിഞ്ഞിട്ട് വെച്ചിട്ട് നമ്മൾ പിന്നെ പഴയ അമ്മച്ചിമാരൊക്കെ കാണിക്കുന്നത് ഈർക്കിലി കൊണ്ട് ചുറ്റിച്ചിങ്ങോട്ട് എടുക്കും. അപ്പോൾ നമുക്ക് ഒട്ടും നമ്മുടെ ഈ വാഴക്കൂമ്പിന് ചുണ്ടിന് ഇത് തോരൻ വെക്കുമ്പോൾ ഒട്ടും കയ്പില്ലാതെ വരുവേ. ഇതുണ്ടോ, ഇതിനിയിപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇച്ചിരി ഈ അറ്റ ഇച്ചിരി ഇങ്ങനെ ഒന്ന് കണ്ടിച്ച് നമുക്ക് വെക്കാം. അന്നേരം ഇതൊക്കെ പൊക്കോളൂ. ഇപ്പോൾ ഇതിനെ പറിച്ച് വെച്ചിട്ട് 2-3 ദിവസം ആയതുകൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മളൊരു വളമൊന്നും ഇടാത്ത നമ്മുടെ തന്നെ നമ്മൾ പറിച്ചെടുത്തേക്കുന്നതാണ്. അതുകൊണ്ട് ഇതിനകത്ത് വിഷാംശം വളവും അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനിയിപ്പം ഇത് ഒന്ന് അരിഞ്ഞെടുക്കാം. ഞാൻ എങ്ങനെയാണ് ഇത് കൊത്തി അരിയുന്നത് കാണിച്ചു തരാം. എല്ലാവർക്കും അറിയാമായിരിക്കും. ഇത് ഞാനൊരു ഒന്നെങ്കിൽ നമ്മൾ വല്ല പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എടുക്കണം, അല്ലെങ്കിൽ മൺപാത്രം എടുക്കണം, അല്ലെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ ഈ വാഴയുടെ കറയൊക്കെ അതിലേക്ക്. പിന്നെ ഇതിങ്ങനെ കൊത്തി ഇതുകൊണ്ട് ഇങ്ങനെ കുഞ്ഞായിട്ട് ഇങ്ങനെ കൊത്തി എടുത്തിട്ട് വേണം നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാനായിട്ട്. നമ്മുടെ കൈയെല്ലാം കറ പിടിച്ചിരിക്കും, അതൊന്നും കുഴപ്പമില്ല. അപ്പം നല്ല പോഷകമുള്ള കറി കൂട്ടാമല്ലോ. ഇതിങ്ങനെ നമ്മൾ എടുത്തിങ്ങനെ കുഞ്ഞായിട്ട് നമ്മൾ ഇങ്ങനെ കൊത്തി മൊത്തം അരിയണം. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ. അപ്പോൾ ഇത് ഞാൻ മൊത്തം ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുത്തോണ്ട് ഇങ്ങനെ കൊത്തി ഇങ്ങനെ കുഞ്ഞായിട്ട് അരിഞ്ഞ് വെള്ളത്തിലേക്കാണ്. ചിലർ പറയും നമ്മൾ എല്ലാവരും ഇങ്ങനെ എണ്ണ വരട്ടിയാൽ മതി എന്നൊക്കെ. പക്ഷേ ഞാൻ അങ്ങനെ 2-3 പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ട് അപ്പടി കഴിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വെള്ളത്തിൽ ഇങ്ങനെ അരിഞ്ഞിടുന്നത്. അപ്പോൾ ഇത്രയും നമ്മളെടുത്തു. ഇത് മൊത്തം നമുക്കിതിനകത്തേക്കൊന്ന് കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുക്കാവേ. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ വാഴച്ചുണ്ട് അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് വേണം ഇതിൻ്റെ ഈ എന്താ പറയുക നമ്മുടെ ആ നാരൊക്കെ നമുക്ക് ഒന്ന് ഇറുക്കിൽ വെച്ച് എടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് നമുക്ക് തോരമ്പക്കാണ് പരിപാടി ചെയ്യാവേ. അപ്പോൾ ഇത് അങ്ങനെ നമ്മൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ വാഴച്ചുണ്ട് അരിഞ്ഞിട്ടിട്ട്. അപ്പോൾ ഇതുപോലെ ഒരു ഇറുക്കിലി നമ്മൾ എടുക്കണേ. ഒരു ഇറുക്കിലി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഒടിച്ചിട്ട് നമുക്കറിയാം, എല്ലാവർക്കും അറിയാമായിരിക്കും, ഇങ്ങനെ ഈ പഴയ അമ്മച്ചിമാർ കാണിക്കുന്നത് നമുക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കഴിയുമ്പം ഇതിനകത്തെ ആ കറ അങ്ങ് പോരും. അപ്പോൾ നമുക്കിത് കഴിക്കാതെ നമ്മൾ ബാക്കി എനിക്ക് തോന്നുന്നു എണ്ണ തൂത്താലും ചെറിയ രീതിയിൽ കഴിക്കുമെന്നാണ് തോന്നുന്നത്. ഞാൻ പലതവണ അങ്ങനെ ചെയ്തിട്ടും അങ്ങനെ ആകുന്നുണ്ട്. അപ്പോൾ ഇതുണ്ടോ ഇങ്ങനെ വരുമ്പോൾ ഇതുണ്ടോ ഇതാണ് നമ്മുടെ ഈ കറയെന്ന് പറയുന്ന സംഭവം. ഈ കറ ഇങ്ങനെ നമുക്ക് ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ ചുറ്റിച്ച് കഴിയുമ്പോഴത്തേക്ക് കറ പരിച്ചത് നമുക്കങ്ങ് എടുക്കാൻ പറ്റും. ഒത്തിരി കറയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് 2 പ്രാവശ്യമൊക്കെ കൊണ്ട് കിട്ടുമല്ലോ. 2-3 പ്രാവശ്യമാണെങ്കിലും കുഴപ്പമില്ല. ഇതുണ്ടോ, വീണ്ടും അതുപോലെ തന്നെ നമുക്ക് ആ കറ ഇങ്ങനെ എടുക്കാൻ പറ്റും. അപ്പോൾ ഈ കറയാണ് നമുക്കിത് കഴിക്കുന്നത്. കാര്യം നല്ല പോഷകവും ഇഷ്ടംപോലെ പോഷകഗുണമുള്ളതാണ്. പക്ഷേ കഴിച്ചാൽ എന്തിനേലും കൊള്ളും. അതുകൊണ്ടാണ് നമ്മളിത് ഇച്ചിരി മെനക്കേടുള്ള പരിപാടി ആയിട്ടിത് ചെയ്യുന്നത്. ഇതുണ്ടോ, അപ്പോൾ ഇതുണ്ട് ഇത്രയും ഇങ്ങനെ ഇതുണ്ടോ കറ വയ്ക്കും. ഇതുണ്ട് ഇത്രയും കറ. ഇതുണ്ടോ, പിന്നെ അത് തന്നെ കറ. അതിൻ്റെ കൂടെ നമ്മൾ അരിഞ്ഞതിൻ്റെയൊക്കെ ഇച്ചിരിച്ചൊക്കെ പോരും, അതൊന്നും കുഴപ്പമില്ലാണ്ട് ഇത്രയും. അവസാനം നമ്മൾ പിന്നെ ഒന്നുമില്ലെങ്കിൽ ഇതിങ്ങനെ നോക്കുമ്പോൾ ഒന്നുമില്ലാതെ ഇതുപോലെ നമുക്ക് കിട്ടും. ഇത്രയും ഇതിനകത്ത് നമ്മളങ്ങനെ ആ കറ ഇതായിട്ട് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് കഴിക്കുമൊന്നുമില്ല. നല്ലപോലെ തന്നെ നമുക്കിതൊന്ന് കഴുകി പിഴിഞ്ഞ് വാരി എടുത്ത് വെക്കാം. വെള്ളത്തിൽ ഇനി ഇടുകയൊന്നും വേണ്ട, നമുക്ക് കഴുകി പിഴിഞ്ഞെടുക്കാവേ. നമ്മുടെ വാഴക്കൂമ്പ് തോരന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഇച്ചിരി കൂമ്പേ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാന്താരി എടുത്ത് വെച്ചിട്ടുണ്ട്, 1/4 മുറി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്, ഇത്രയും കുഞ്ഞുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഒരു ശകലം മഞ്ഞപ്പൊടിയും കൂടി ഇട്ടൊന്ന് ഒതുക്കിയെടുക്കാവേ. നമ്മുടെ കൂമ്പ് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ
ഒരു പാത്രം ഒരു ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് ഒരു 1.5 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് അതിനകത്തേക്ക് കടുകിട്ട് കൊടുക്കാവേ. അപ്പോൾ ഇത് എങ്ങനെ നമ്മുടെ കടുക് പൊട്ടുന്നുണ്ട്. അപ്പം നമുക്കതിനകത്തേക്ക് ഒരു പിടി കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി, കറിവേപ്പില ഇട്ടു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ്, നമ്മൾ ഉള്ളി, കാന്താരി, ഉള്ളിയും തേങ്ങായും കൂടെ ഒതുക്കി വെച്ചിരിക്കുന്നത്, ഒത്തിരി അങ്ങ് വെള്ളം ഒന്നും ഒട്ടും ഒഴിക്കേണ്ട, അതങ്ങ് ഒന്ന് ഒതുക്കി വെച്ചിരിക്കുന്ന ഉള്ളി, കാന്താരിയും തേങ്ങായും കൂടെ മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ഒതുക്കി വെച്ചത് അതിനകത്തേക്ക് നമ്മളൊന്ന് ഇട്ട് കൊടുത്തു. നമ്മൾ ഈ വെള്ളത്തിനകത്ത് ഇത് അരിഞ്ഞിട്ടേക്കുന്നതുകൊണ്ട്, നമ്മൾ അരിഞ്ഞിട്ട് പിഴിഞ്ഞെടുത്തേക്കുന്നതുകൊണ്ട് അതിനകത്ത് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് വേറെ വെള്ളം അതിനകത്ത് ഒഴിക്കേണ്ട. നമ്മൾ ഇച്ചിരി തീ കുറച്ചിട്ടേച്ച് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ഇതുണ്ടോ, നമ്മൾ കറയെല്ലാം കളഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ വാഴക്കൂമ്പ് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി എല്ലായിടത്തും ഒന്ന് മിക്സ് ഒക്കെ ചെയ്യും. എല്ലായിടത്തും നമ്മുടെ അരപ്പൊക്കെ ഒന്ന് പിടിച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാവേ. ഒത്തിരി വേണ്ട, ഇത്രയല്ലേ ഉള്ളൂ. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ടൊന്ന് നോക്കിയേക്കണം ഉപ്പുണ്ടോ എന്ന്. ഉപ്പുണ്ട്. അപ്പം നമ്മളിനി ഇതിനകത്ത് വേണ്ട വെള്ളമൊന്നും വേണ്ട, അതിനകത്ത് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്താൽ മതി. ഇനി ഇതിങ്ങനെ നല്ലപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് ഒന്ന് അടച്ച് വെച്ച് ഏറ്റവും സിമ്മേൽ, സ്റ്റൗവിലായതുകൊണ്ട് വിറകടുപ്പയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഏറ്റവും തീ കുറച്ച കനൽ മാത്രം വെച്ച്, അതുകൊണ്ട് അതിനകത്തുനിന്ന് ചെറുതായിട്ട് വെള്ളം ഇച്ചിരിച്ച് വെള്ളം അതിനകത്തുനിന്ന് വരുന്നുണ്ട് ഇറങ്ങി. ഇപ്പോൾ വെള്ളത്തിനകത്തല്ലേ നമ്മൾ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്നൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാവേ. അങ്ങനെ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതുണ്ടോ, ഒട്ടും വെള്ളമൊന്നും ഒഴിക്കാത്ത നമ്മുടെ അടിപൊളി കൂമ്പ് തോരന്, വാഴച്ചുണ്ട് തോരൻ. ഒന്ന് വെള്ളം നല്ലപോലെ വെന്തു. വെള്ളമൊക്കെ നമ്മൾ ഒട്ടും വെള്ളമൊന്നും അരപ്പിനകത്ത് പോലും നമ്മൾ ചേർത്തിട്ടില്ല. ആ എണ്ണ ആ കൂമ്പിനകത്തെ വെള്ളമൊക്കെ കൂടെ ഇറങ്ങി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിങ്ങനെ ഇത് അടച്ചു വെക്കണ്ട, ഇങ്ങനെയൊന്ന് വെച്ച് ഒന്ന് ചിക്കി തോർത്തി എടുക്കുക എന്നൊക്കെ പറയല്ലേ, ഇങ്ങനെയൊന്ന് തോർത്തി എടുക്കാവേ. ഒരു 2-3 മിനിറ്റ് കൂടി ഇങ്ങനെ ഇരുന്ന് അടിപൊളി കൂമ്പ് തോരൻ റെഡിയാണ്. ഇനിയിപ്പോൾ ഇത്രയും വെള്ളമൊക്കെ പറ്റണമെന്നുണ്ടെങ്കിൽ വെച്ചാൽ മതി. ഇല്ലെങ്കിൽ ഇച്ചിരി കുറച്ച് മതി. ഇങ്ങനെ ഇരിക്കണമെന്നെങ്കിൽ ഇങ്ങനെ ഇരുന്നാൽ മതി. ചിലർക്ക് നല്ല ഡ്രൈ ആയിട്ട് തോരൻ കിട്ടണം, ചിലർക്കൊരു ശകലം വെള്ളമയത്തോട് കൂടി കിട്ടണം. അങ്ങനെയുള്ളത് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള കൂമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലപോലെ വെള്ളമൊക്കെ പറ്റി അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് വാങ്ങിയെടുത്ത് വെക്കാവേ. അപ്പോൾ അങ്ങനെ ഇത് നമ്മുടെ അടിപൊളി വാഴച്ചുണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. ഒരു കെമിക്കലും ഒന്നും ഇല്ലാതെ, വിഷമൊന്നും ഇടാത്ത വാഴ, നമ്മുടെ സ്വന്തമായിട്ടുള്ള വാഴക്കൂമ്പാണ്. അപ്പം നമുക്ക് വീട്ടിൽ കിട്ടുന്ന വാഴക്കൂമ്പൊക്കെ നമ്മൾ ഒടിച്ച് കളയാതെ നമ്മളിത് തോരനായിട്ട് വെച്ചിൻ്റെ കൂടെ പയറിട്ടോ ഒക്കെ വെക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഇവിടെ ഞാൻ കൂമ്പ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. കൂമ്പ് തന്നെയാണ് ഇവിടെ ഇഷ്ടം, അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പം എല്ലാവരും കൂമ്പൊക്കെ കിട്ടുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത്. അപ്പോൾ കടകളിലൊക്കെ ഇഷ്ടംപോലെ, മാർക്കറ്റുകളിലൊക്കെ ഇഷ്ടംപോലെ കിട്ടാനുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് മേടിച്ച് ഒന്ന് കറി വെക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. വെച്ചിട്ടില്ലാത്തവരൊക്കെ, നമ്മുടെ വീടുകളിലൊക്കെ പഴയ കാലത്തെ അമ്മച്ചിമാരൊക്കെ ഉള്ളിടത്ത് നമ്മുടെ സ്ഥിരം കറിയാണല്ലോ ഇത്. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ, താങ്ക് യു.